ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഞാനൊരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, എനിക്കിന്ന് ഓഫാണ്. ഓഫ് എടുത്തതാണ് ഞാനിന്ന്. ശരിക്കും ഇവരെല്ലാവരും ഇന്ന് നാട്ടിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുന്നു. ശരിക്കും നമ്മൾ ഈ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകുന്നതൊരു വല്ലാത്ത ഫീലാണല്ലേ. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ദീപേഷ് ഈ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാ തവണയും പോകുന്ന പോലൊരു എക്സൈറ്റ്മെൻറ്റ് ഇത്തവണ നാട്ടിൽ പോകുന്നതിനില്ല എന്ന് വേണം പറയാൻ. കാര്യം ഇവരെ രണ്ടുപേരെയും മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ള ആലോചിച്ച്. കണ്ണനെ പിന്നെ അവൻ തന്നെ റെഡി ആയിക്കോളും. കല്യാണിയും കൊണ്ട് പോകുന്നതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എല്ലാം റെഡിയാക്കി സെറ്റാക്കി പിള്ളേരും ഒക്കെ റെഡിയായിട്ടിരിക്കുന്നത്. കല്യാണി എന്താവും എന്നുള്ളതൊന്നും ഒരു പിടുത്തവും ഇല്ല. ഫ്ലൈറ്റിലൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിലൊക്കെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി. ഞങ്ങളെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പക്ഷേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:25 ഫ്ലൈറ്റ് എന്നാണ് ഞങ്ങൾ ടിക്കറ്റിലുണ്ടായിരുന്നത്. പക്ഷേ ടൈമിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. 6:55 അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഇടയ്ക്ക് ഉണ്ടായി. അങ്ങനെ കല്യാണി സെറ്റായിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ്. എയർപോർട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാര്യം ടൈം അങ്ങ് ആയി. 1 മണിക്കൂറിന് മുമ്പാണ് നമ്മളിങ്ങനെ ചെക്ക് ഇൻ ചെയ്ത് ഏറ്റവും ലാസ്റ്റാണ് ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് എല്ലാം തന്നെ റെഡിയായി. കല്യാണി നല്ല കൂളായിട്ട് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, കുരുത്തക്കേടൊന്നും കാണിക്കരുത്, അടങ്ങിയിരിക്കണം, അച്ഛനെ വിഷമിപ്പിക്കുകയൊന്നും ചെയ്യരുത് എന്നൊക്കെ. അപ്പോഴത്തേക്കും നിഖിൽ ചേട്ടനും ഗോപികയും വന്നു. അവർ വന്ന് നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു. എല്ലാം റെഡിയാക്കി അവസാന നിമിഷം ഷടപടയെന്നായിരുന്നു എല്ലാം. എനിക്ക് ശരിക്കും ഇവർ പോകുന്നതിൽ നല്ല വിഷമം ഉണ്ടെങ്കിലും ഒരു മിക്സഡ് ഇമോഷനാണ് എനിക്കിപ്പോഴെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഞാൻ ആദ്യമായിട്ട് ഒരു 10-13 വർഷത്തിന് ശേഷമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കും ഉണ്ട്. പിന്നെ ഇവർ പോകുന്നതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. അങ്ങനെ ഒരു മിക്സഡ് ഇമോഷനിലാണ് ശരിക്കും ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നിഖിൽ ചേട്ടനും വന്നു, ഗോപികയും വന്ന്. ഞങ്ങൾ ഇവരെ ഇങ്ങനെ യാത്ര അയക്കുകയാണ്. അപ്പോൾ ദീപേഷിന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. പിന്നെ കല്യാണി കുറച്ചൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും കരയുന്നോ എടുക്കുന്നൊന്നും ഇല്ല. പിന്നെ ഇനി എന്നെ കാണാത്തത് കൊണ്ട് ഇനി കരയോ എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്നും ഒരു പിടുത്തവും ഇല്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ പിള്ളേരെയും കൊണ്ട് ദീപേഷി ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കി ടാറ്റയോ അങ്ങനെ ഒന്നും പറയുന്നില്ല. അങ്ങനെ അവരെന്തായാലും എമിഗ്രേഷനിലേക്ക് പോകാനായിട്ടുള്ള ടൈമായി. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരങ്ങോട്ട് പോവുകയാണ്. തിരിഞ്ഞ് നോക്കിയിട്ടൊന്നും ഒരു ടാറ്റയൊന്നും പറയുന്നില്ല. ശരിക്കും കുട്ടികളെയും കൊണ്ട്, അതും കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം എനിക്കും അതുപോലെ ടെൻഷനുണ്ട്, എന്താവുമോ എന്നറിയത്തില്ല. എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്നാക്സും പാലും എല്ലാം റെഡിയാക്കി ബാഗിൽ വെച്ചിട്ടുണ്ട്. പകലൊന്നും ഉറങ്ങിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഫ്ലൈറ്റ് കയറുമ്പോഴത്തേക്കും ഉറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. അപ്പോൾ എനിക്കും നല്ല ടെൻഷനുണ്ട്. അപ്പോൾ അവർ എമിഗ്രേഷനിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങോട്ടൊന്നും നോക്കി ഒന്ന് ടാറ്റ പറയുകയോ ഒന്നും പറയുന്നില്ല. കാര്യം അവൾക്ക് ഇനി ഞാൻ വരുന്നില്ല എന്നുള്ളത് വല്ലതും മനസ്സിലാവണ്ട എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അവരെന്തായാലും പോയി. അവർ എമിഗ്രേഷൻ കഴിഞ്ഞ് കയറിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് ഇങ്ങ് പോന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.